നിങ്ങൾ അറിഞ്ഞായിരുന്നു അവിടെ ഇടത്തോ ട്രിപ്പിന്റെ 3-ാം ഭാഗമാണ്. നമ്മുടെ വണ്ടിയിൽ വന്ന കൊച്ചിന്റെ മാങ്ങപ്പഴം അടിച്ചു മാറ്റാൻ നോക്കിയാണ് നമ്മുടെ ബെല്ലാരിയിലെ കുട്ടു. മാങ്ങപ്പഴം കിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ സ്വന്തം വണ്ടിയിലേക്ക് എന്നെ കുട്ടു തിരികെ. മാങ്ങപ്പഴത്തിന്റെ മുന്നിൽ കുട്ടു ശരിക്കും വെള്ളം കുടിച്ച്. അന്ന് നീ 3 മണിക്കൂർ സംസാരിച്ച എനിക്ക് ജിത്തുവിനെ സൊള്ളാൻ സമ്മതിക്കാത്ത രീതിയിൽ വന്നപ്പോഴാണ് കുട്ടുവിന്റെ ആ വിളി വന്നത്. ഉണ്മയുള്ള ലോകമേ പാട്ടും പാടി നമ്മളും പോയി. എന്തിനും തയ്യാറായാണ് ബെല്ലാരിയിലെ കുട്ടു വണ്ടി തള്ളാൻ പോയി. പക്ഷേ വണ്ടി തള്ളുന്നവരെക്കാളും കൂടുതലായിട്ട് കണ്ട്രാക്ക് വിടുന്നവരാണ് കൂടുതലുണ്ടായിരുന്നത്. അതിൽ കിരണനും കുട്ടുവും മുമ്പന്തയിൽ തന്നെ കണ്ട്രാക്ക് വിടാണ്ടായിരുന്നു. അങ്ങനെ പരിദൂഷണ കമ്മിറ്റിയുടെ പ്രസിഡന്റായ കിങ്ങിനെയാണ് വണ്ടിയും തള്ളി വേർത്തൊലിച്ച് വന്നപ്പോഴാണ് കുട്ടുവും വിഷ്ണുവും കൂടി ആ നഗ്ന സത്യം പറഞ്ഞത്. അങ്ങനെ പരിദൂഷണത്തിലൂടെ തള്ളി വണ്ടി കയറ്റി വിടാൻ കുട്ടുവിനും വിഷ്ണുവിനും മാത്രമേ പറ്റുള്ളൂ എന്ന് അവർ കണ്ടുപിടിച്ചു. ഇപ്പോഴാണ് പരിദൂഷണ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയ ക്രിസ്റ്റഫർ ആ വഴി വന്നത്. ഇതെല്ലാം നമ്മുടെ പരിദൂഷണ കമ്മിറ്റിയിലുള്ള കിരണന് മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ന്യൂ ഇന്ത്യ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള കണ്ട്രാക്ക് സംഘം ജയിച്ചോ ഇല്ലെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മസ്താന്റെ വണ്ടി ചെളിയിലൂടെ അപ്പുറത്തെത്തണം. അതറിയണമെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കൂ.